സിനിമാ നടൻ ബൈജു ഓടിച്ച ഓടി കാർ ഇടിച്ച് ബൈക്ക് യാത്രികൻ താഴെ വീണു. ആ സമയത്ത് അവിടെ എത്തിയ പോലീസുകാരോടും ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടറോടൊക്കെ ബൈജു തട്ടിക്കയറുക ചെയ്യുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടറോട് പറയുന്നുണ്ട്, വണ്ടിയാവുമ്പം തട്ടുകയോ മുട്ടുകയൊക്കെ ചെയ്യും, എന്നെ പേടിപ്പിക്കല്ല, ഇതൊന്നും കണ്ട് ഞാൻ പേടിക്കില്ല എന്ന് വളരെ ധാർഷ്ട്യത്തോടു കൂടിയ ബൈജു സംസാരിക്കുന്നത്. അതും മദ്യപിച്ചാണ് കാർ ഓടിച്ചത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ പോലീസുകാർ ബൈജുവിനെ പിടിച്ചിറക്കിയെന്നാ പറയുന്നത്. ഇതൊരു സാധാരണക്കാരനായിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു അവസ്ഥ? എന്നിട്ട് പോലീസുകാർ ഹോസ്പിറ്റലിൽ രക്തസാമ്പിൾ കൊടുക്കാൻ പോയപ്പോൾ ബൈജു അത് കൊടുക്കാൻ തയ്യാറല്ല. ബലമായിട്ട് അത് കൊടുപ്പിക്കാനും പറ്റില്ല. എങ്കിലും മദ്യത്തിന്റെ മണം ഉണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർ ഒരു എഴുതി കൊടുത്തു. അതനുസരിച്ച് കേസെടുത്തു പോലീസ്. മ്യൂസിയം പോലീസ് കേസെടുത്തെങ്കിലും ബൈജു പോയി. അതിനെപ്പറ്റി വീണ്ടും വേറെ വാർത്തകളൊന്നുമില്ല. ബൈക്ക് യാത്രികന് പരാതിയില്ല എന്നും കൊടുത്തു. ഇതൊരു സാധാരണക്കാരനാണ് ചെയ്തതെങ്കിൽ ആ സാധാരണക്കാരന്റെ രക്തം എടുത്തു, അറസ്റ്റ് ചെയ്തു, എന്തൊക്കെ ഉണ്ടാവുമായിരുന്നു? ഇവർക്ക് എന്താണ്, സിനിമാക്കാർക്ക് എന്താ പ്രത്യേകത? സിനിമാക്കാർ അഭിനയിക്കുന്നത് അതൊരു കഴിവ് തന്നെ, കല ഒരു കഴിവ് തന്നെ. അങ്ങനെ ഇപ്പൊ തെങ്ങിൽ കയറുന്ന ഒരാള്, ആ തെങ്ങിൽ കയറുന്ന ഒരാളെ പോലെ ഈ ബൈജുവിന് കയറാൻ പറ്റുമോ? അല്ല വേറെ ഏതെങ്കിലും പ്രമുഖന് കയറാൻ പറ്റുമോ? എല്ലാവർക്കും അവനവന്റെ കഴിവുണ്ട്. ഒരു ആശാരി ഉണ്ടാക്കുന്ന ഫർണിച്ചറുകൾ ഈ ബൈജുവിനോ അല്ലെങ്കിൽ ഏത് സിനിമാ നടന്മാർക്കോ അല്ല വലിയ പ്രമുഖരായിരിക്കുന്നവർക്കോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അത് അവരുടെ കഴിവ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. ഈ സിനിമാക്കാർക്ക് പണത്തിന്റെ ഓടി കാറാണ്, പണമാണ്. എന്താണ് ഈ പോലീസുകാർക്ക് പോലും ഇത്ര ആരാധന? അവര് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ശിക്ഷിക്കണം അല്ലേ? അതുകൊണ്ടല്ലേ ഇത്ര ധാർഷ്ട്യം വരുന്നത്? ഞങ്ങളെ ഒന്നും ചെയ്യില്ല, ഞങ്ങളെ കൊണ്ടുപോകുന്നു, അതുപോലെ കൊണ്ടുവരുന്നു. അതുപോലെ ഇപ്പൊ ബൈക്ക് യാത്രികൻ എന്തുകൊണ്ടാണ് പരാതിയില്ലെന്ന് എഴുതി കൊടുത്തത്? ഒന്നുകിൽ ഭീഷണി, അല്ലെങ്കിൽ പണം എറിഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു സാധാരണക്കാരൻ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ? അതുപോലെ തന്നെ ബാസി, ശ്രീനാഥ് ബാസിയുടെ കാറും ഇതുപോലെ ഒരു ബൈക്ക് യാത്രികനെ ഇടിച്ചിട്ട് 1 മാസം അയാൾ കിടപ്പിലായെന്നാ പറയുന്നത്. ഇടിച്ചിട്ട് നിർത്താതെ പോവുക ചെയ്തത്. എന്നാ വലിയ വലിയ സ്ക്രീനില് ആൾക്കാരെ രക്ഷിക്കുന്നു, ഇടിച്ചിടുന്നു, നന്മ ചെയ്യുന്നു. പക്ഷെ ഇവര് യഥാർത്ഥ ജീവിതത്തില് ഒരു ബൈക്ക് യാത്രികനെ ഇടിച്ചിട്ടിട്ട് ഒന്ന് നിർത്തുക പോലും ചെയ്യാതെ പോകുന്ന ഒരാളെ നമ്മളൊക്കെ എന്തിനാ ഈ സ്ക്രീനിൽ കണ്ട് ആരാധിക്കുന്നത്? ശരിക്കും ആരാധിക്കേണ്ടവരാണോ ഈ സിനിമാ നടന്മാര്, സിനിമാ ഫീൽഡിലുള്ളവരൊക്കെ? അവര് ചെയ്ത എല്ലാ വൃത്തികെട്ട കാര്യങ്ങളും ഇപ്പം പൊതുസമൂഹം മുഴുവനും അറിഞ്ഞുകൊണ്ടിരിക്കുക. മയക്കുമരുന്ന്, എല്ലാ കാര്യത്തിലും ഇത്രയും മോശമായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്നവരില്ല. ശരിക്ക് കുട്ടികളും എല്ലാവരും ഒരുവിധം ടീനേജിലുള്ളവരെ, യുവാക്കളൊക്കെ ഈ ഭാസി ഇങ്ങനെയുള്ള യുവതലമുറയിൽ അഭിനയിക്കുന്ന ന്യൂജൻ എന്ന് പറയുന്ന ഇവരെയൊക്കെ കണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പം ബൈക്ക് സ്പീഡിൽ ഓടിക്കുന്നു, കാർ ഓടിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇവര് സമൂഹത്തിനോട് ഇവർക്കൊരു ഒരു എന്താ, സമൂഹത്തിനോട് ഒന്നും ഇവർക്കില്ലേ? സമൂഹത്തിന് നല്ല ഒരു സന്ദേശം കൊടുക്കണമെന്നോ സിനിമയിൽ കൂടി ഭയങ്കരമായി ചെയ്യുമ്പോൾ, അപ്പൊ ഇതിന് പോലീസുകാരും എല്ലാം കർശനമായിട്ടൊരു, എല്ലാം സാധാരണ മനുഷ്യരെ പോലെ ഒരു നിയമം എടുക്കുകയാണെങ്കിൽ ഇവർക്കൊരു പേടി ഉണ്ടാവും അല്ലെ? ഇതെടുക്കില്ല. പണത്തിന്റെയും ഇവരുടെ ആ ഒരു എന്താ പത്രാസ്, സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ള ആ ഒരു മിന്നുന്ന, അതുകൊണ്ടായിരിക്കണമല്ലോ പോലീസുകാരായാലും അല്ല ജനങ്ങളായാലും എല്ലാവരും ഇവരെ ഇങ്ങനെ ആരാധിക്കുന്നത് കൊണ്ട് ഇവർക്ക് എല്ലായിടത്തും എന്ത് ചെയ്തു കഴിഞ്ഞാലും ഊരിപ്പോരാം എന്നുള്ളൊരു തോന്നലാണ് ഈ കാണിക്കുന്ന ധാർഷ്ട്യം. ബാസിയുടെ കാർ ഇടിച്ചിട്ട്, ശ്രീനാഥ് ബാസിയുടെ കാർ ഇടിച്ചിട്ട് ഒരു പോലീസ് പിടിച്ചു. ശ്രീനാഥ് ബാസിയുടെ കാറാണെന്ന് മനസ്സിലായി. അത് ബെൻസ് കാറാണ്. അപ്പൊ ഈ ഇടിച്ചിട്ട ആള് സാധാരണ ജോലിക്ക് പോകുന്ന ഒരാൾ 1 മാസം കാലിന്റെ എല്ലിന് വിള്ളല് വീണിട്ട് ഹോസ്പിറ്റലും വീടുമായിട്ട് കാലിന് പ്ലാസ്റ്ററൊക്കെ ഇട്ട് കിടപ്പാണ്. അയാൾക്ക് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ ഒരു നഷ്ടപരിഹാരം കൊടുക്കാൻ പോലും ഈ ശ്രീനാഥ് ബാസി തയ്യാറല്ല. അത് വാങ്ങിച്ചു കൊടുക്കാൻ പോലീസും തയ്യാറല്ല. ഇഷ്ടംപോലെ കാശില്ലേ? അപ്പൊ അങ്ങനെയെങ്കിലും, അപ്പൊ അവർക്കറിയാം ഞങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല എന്ന് അറിയുന്നത് കൊണ്ടാ നിയമമൊക്കെ മാറണം അല്ലെ? സാധാരണക്കാർക്കൊരു നിയമം, പണമുള്ളവർക്കൊരു നിയമം, പിടിപാടുള്ളവർക്കൊരു നിയമം, രാഷ്ട്രീയക്കാർക്കൊരു നിയമം. ഇത് ശരിയാണോ അല്ലെ? അപ്പൊ സാധാരണക്കാർ മാത്രം ബലിയാടാവുകയല്ലേ ചെയ്യുന്നത്? അല്ലേ?